ചിരിയും കളിയുമുള്ള മുണ്ടെടുത്ത് മണ്ണിലിറങ്ങി നിൽക്കുന്ന, അലറിക്കരയാൻ ആഗ്രഹിക്കുമ്പോഴും അത് അമർത്തിപ്പിടിച്ച് നിസ്സഹായത ഉള്ളിലൊതുക്കി കരയേണ്ടി വരുന്ന, നിഴല് പോലും അഭിനയിക്കുന്ന ആ മോഹൻലാലിനെ കണ്ടിട്ട് എത്ര കാലമായി? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സംവിധായകൻ തരുൺ മൂർത്തി മലയാള സിനിമ ആരാധകർക്ക് അവർ കാണാൻ കൊതിച്ച ആ പഴയ മോഹൻലാലിനെ തുടരും എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഫാമിലി ഡ്രാമയാണ് തന്റെ ചിത്രമെന്ന് തരുൺ ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മോഹൻലാൽ ആദ്യ പകുതിയിൽ നമുക്കെല്ലാം പരിചയമുള്ള തൊട്ടടുത്ത വീട്ടിലെ ആളായി പ്രേക്ഷകർക്ക് അനുഭവപ്പെടും. അച്ഛനായും ഭർത്താവായും അങ്കിളായും കൂട്ടുകാരനായും അയാൾ നിറഞ്ഞാടുമ്പോൾ തന്നെ ആരാധകർ ആഗ്രഹിച്ച് മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന തോന്നൽ വരും. ഫസ്റ്റ് ഹാഫിനു മുമ്പ് തന്നെ ചിത്രത്തിന്റെ പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. ഇതിന് ശേഷം വരുന്ന മോഹൻലാലിന്റെ പ്രകടനങ്ങൾ പക്ഷേ ഇത്രയും കണ്ടതൊന്നുമല്ല എന്ന തിരിച്ചറിവ് പ്രേക്ഷകരിലുണ്ടാക്കും. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖം എന്ന കഥാപാത്രം ശോഭന അവതരിപ്പിക്കുന്ന പവിത്രം എന്ന പേരിൽ ഫ്ലോർ മിൽ നടത്തുന്ന ഭാര്യ ലളിത, അവരുടെ 2 മക്കൾ, വീട്ടിലുള്ള വളർത്തുപട്ടികൾ, KL03 L4455 കാറ്, അത്രയും അടങ്ങുന്നതാണ് ഷൺമുഖത്തിന്റെ കുടുംബം. ട്രെയിലറിൽ ശോഭനയുടെ കഥാപാത്രം ലളിത പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മയില്ലേ? ആ കാറിനോട് അത്രയും ആത്മബന്ധമാണ് ഷൺമുഖത്തിന് ഉള്ളത്. മകന്റെ സുഹൃത്തുക്കൾ കൊണ്ടുപോയ ആ കാറ് ചെറിയ ജോലികൾക്കായി മണിയൻപിള്ള രാജു അവതരിപ്പിക്കുന്ന കഥാപാത്രമായ കുട്ടീച്ചന്റെ വർക്ക്ഷോപ്പിൽ ഏൽപ്പിക്കുന്നു. ഇതിനിടെ ഷൺമുഖം നാട്ടിലെത്താത്ത സമയത്ത് നടക്കുന്ന സംഭവങ്ങളാണ് മുന്നോട്ടുള്ള കഥയെ നയിക്കുന്നത്. മോഹൻലാൽ പ്രകടനം തന്നെയാണ് സിനിമയുടെ ആദ്യ സവിശേഷത. പക്ഷേ അതിനെല്ലാം അടിത്തറയിടുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ ശക്തി. ടൈറ്റിൽ കാർഡ് മുതൽ തരുൺ മൂർത്തി തന്റെ ബ്രില്യൻസുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു. വൈകാരിക നിമിഷങ്ങൾ അവതരിപ്പിക്കുന്നതിൽ തരുൺ തന്റെ കൈയടക്കം തുടരുമിലും ആവർത്തിക്കുന്നുമുണ്ട്. ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതിന്റെ സംഗീതം. ജോക്സ് ബിജോയുടെ സംഗീതവും ഷാജി കുമാറിന്റെ ക്യാമറയും ബിജു ഗോവിന്ദിന്റെ ഓഡിയോഗ്രാഫിയും പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സഹായിക്കുന്നു. ഇതിനെല്ലാം ഉപരി ശോഭനയുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശോഭനയെ തരുൺ മൂർത്തി നമുക്ക് ചിത്രത്തിൽ കാണിച്ചു തരുന്നുമുണ്ട്. പ്രകാശ് വർമ്മയുടെയും സഹസംവിധായകൻ കൂടിയായ ബിനു പപ്പുവിന്റെയും അഭിനയവും ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നു.